വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനം. ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ മർദ്ദിച്ചത് സീനിയർ അഭിഭാഷകനായ ബെയിലിനെ സസ്പെൻഡ് ചെയ്തു. ഇതുപോലെ ഒരു ഇഷ്യൂ ആണ്. സാർ എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനിക്കും, അതിലെന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗം പറയാൻ നിൽക്കുമ്പോൾ ഇറങ്ങിപ്പോവും. സാർ എന്റെ ഭാഗം കേട്ടിട്ട് പോയാൽ മതി, സാർ ഇപ്പൊ പോകണ്ടെന്ന് പറയും. പോകണ്ടെന്ന് പറയുമ്പോൾ ആ ദേഷ്യത്തില്, അതായത് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ സാറിനെ തടയുവാണല്ലോ, പോകണ്ട സാർ ഇപ്പൊ പോകണ്ട, എനിക്ക് പറയാനുള്ള കേട്ടിട്ട് പോയി. അപ്പോൾ അതിന്റെ ബേസിസിൽ ആ ദേഷ്യത്ത് അടിക്കും. സ്ഥിരം ഇങ്ങനെ കയ്യേറുന്ന വേറെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. വഴക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫയൽസ് ഒക്കെ മുഖത്ത് വലിച്ചെറിയ, ഒത്തിരി ജൂനിയേഴ്സ് ഓഫീസിൽ അവിടെ വഞ്ചിയൂർ കോടതിയിൽ ആരോട് ചോദിച്ചാൽ അറിയാം, ആ ഓഫീസിൽ ആരും നിൽക്കത്തില്ല. പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ കയറിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന അസോസിയേഷന്റെ തീരുമാനം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ ക്രൂരമായ നടപടിക്കെതിരെ ഇപ്പോൾ അഭിഭാഷകനായ ബെയിലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കാർത്തു, അഭിഭാഷകൻ ഇതിനു മുൻപും ഇതേ പെൺകുട്ടിയെ മർദ്ദിച്ചു അടക്കമുള്ള പരാതികൾ ഉയർന്നു വരുന്നതിനിടെ തന്നെയാണ് ഈ നടപടിയുമായി ബാർ അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ബാർ അസോസിയേഷൻ നടപടി എടുക്കുമ്പോൾ തന്നെ അതിൽ വ്യക്തമാക്കുന്നുണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ്. അതായത് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നുള്ള കാര്യത്തിൽ ബാർ അസോസിയേഷന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടുണ്ട്. ശക്തമായ രീതിയിൽ മുഖത്ത് ആവർത്തിച്ച് ആഞ്ഞടിച്ചതായി വ്യക്തമായി കണ്ടിട്ടുണ്ട്. ഏതായാലും ഈ പരിക്ക് വളരെ ഗുരുതരമാണ്. ആ പരിക്കിനെ തുടർന്ന് തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലെത്തിയപ്പോൾ തന്നെ ഉടൻ തന്നെ അവിടെ നിന്നും പരിശോധനയ്ക്ക് ശേഷം, ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരുന്നു. എന്നാൽ മുലയൂട്ടുന്ന കുട്ടിയുണ്ട്, 6 മാസം പ്രായമുള്ള കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ ഉടൻ വേഗത്തിൽ ആശുപത്രിയിലേക്ക് പോകാനാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. ഈ ഷാമിലി മർദ്ദനമേറ്റിട്ടുണ്ടെങ്കിലും താൽക്കാലികമായി ഇപ്പോൾ വീട്ടുകാരുമായി തീരുമാനിച്ച് ചികിത്സയും അതോടൊപ്പം തുടർ നടപടികളിലേക്ക്, നിയമ നടപടിയിലേക്ക് കടക്കുന്ന കാര്യവും തീരുമാനിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം എല്ലാം പിന്നാലെ തന്നെ വനിതാ ശിശുക്ഷേമ സമിതിക്ക് പരാതി നൽകുമെന്നും ഈ മർദ്ദനമേറ്റ അഭിഭാഷകയായ ശ്യാമിലി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ മർദ്ദിച്ച ഈ ബെയിലിന് എവിടെയാണ് എന്നുള്ള കാര്യം പോലും പോലീസിന് വ്യക്തമല്ല. ഈ ബെയിലിനെ അറസ്റ്റ് ചെയ്യാനായി, ബെയിലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യാനായി ഈ പോലീസ് എത്തിയ സമയം ബാർ അസോസിയേഷനിലെ സെക്രട്ടറി തടഞ്ഞു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ട് അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് തന്നെയാണ് ബാർ അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ഈ അടിയേറ്റ, മർദ്ദനമേറ്റ ഈ അഭിഭാഷകയോടൊപ്പം തന്നെയാണ് ബാർ അസോസിയേഷൻ നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് അംഗങ്ങളുമൊക്കെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ക്രൂരമായ ഒരു മർദ്ദനമാണ് ഇത്. കേരളത്തിൽ തന്നെ ഇത് ആദ്യമായി സംഭവിക്കുന്നതാണ്. ഇത്തരത്തിൽ വളരെ ക്രൂരമായി നടക്കുന്നത് വളരെ അപൂർവമായ ഒരു സംഭവമായി തന്നെയാണ് വനിതാ കമ്മീഷൻ ഇതിനെ കണക്കാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചു വരും. ബെയിലിന് ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസ് എന്തായാലും ബെയിലിനായുള്ള തിരച്ചിലുണ്ട്. പോലീസ്, വഞ്ചിയൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കൃത്യമായ ഒരു അന്വേഷണം നടത്തി വരികയാണ്. ഇയാൾക്കായുള്ള അറസ്റ്റ് നടപടികളിലേക്കുള്ള ശ്രമം നടക്കുന്നുണ്ട്. അയാൾ പ്രതിയെ വളരെ എളുപ്പത്തിൽ അത് പിടിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. കൃത്യമായി നടപടി സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ പരിക്കേറ്റ അഭിഭാഷകർ അവിടെ നിന്നും വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ചികിത്സയുടെ ഭാഗമായി തന്നെ ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് കുടുംബവുമായി തീരുമാനിക്കും. കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കേണ്ടത് ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ മർദ്ദിച്ച ഇതിൽ നടപടിയിൽ അഭിഭാഷകനായ ബെയിലിനെ ഇപ്പോൾ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.